നമസ്കാരം കൂട്ടുകാരെ, വംശകുടുംബത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് അമ്മയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അമ്മ എപ്പോഴും പറയും, ചില വർക്കുകൾ നമ്മൾ നല്ല പ്രതീക്ഷകൾ നൽകുന്നതായിരിക്കും, ചില വർക്കുകൾ നമുക്ക് അതിമനോഹരമായിട്ട് ചെയ്തെടുക്കാനും കഴിയുന്നതായിരിക്കും എന്നല്ല എപ്പോഴും അമ്മ വീട്ടിൽ ഇരുന്ന് പറയാറുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കളറിൻ്റെ റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 അടി ലെങ്ത്തിലാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്, അമ്മയ്ക്ക് ആ ഫെവിക്കോളൊന്നും ആവശ്യം വന്നില്ല. കാരണം അമ്മയുടെ മൈൻഡിലെന്ന് പറഞ്ഞാൽ ഫെവിക്കോൾ വെച്ച് മെറ്റൽ റിങ്ങിലേക്ക് ഒട്ടിക്കാം എന്നാണ് കരുതിയത്. പക്ഷെ അത് ഒട്ടാതെ വന്നപ്പോഴത്തേക്ക് അമ്മ അത് മാറ്റിയിട്ട് റിങ്ങിലേക്ക് അമ്മ കെട്ടുകയാണ് ചെയ്തത്. പല കളർ മിക്സ് ചെയ്ത് കെട്ടിയിട്ട് ലൈറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയായിരുന്നു, വെറൈറ്റി ലുക്കായിരുന്നു. സാധാരണ എല്ലാ വീടുകളിലും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞാണ്, ചേട്ടാ ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതിലെല്ലാം പൊടി പിടിക്കും. ശരിയാണ്, പക്ഷേ അന്നേരം നമുക്കിതിനെ വാഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ആയതുകൊണ്ട് ഇതിനെ വാഷ് ചെയ്യാനും പറ്റും, വേറെ കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരില്ല. പ്രത്യേകിച്ച് ഇത് നൈലോൺ തുണി ആയതുകൊണ്ട് അതിലാണ് ഈ റിബൺ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം വീഡിയോ വളരെ സിമ്പിളാണ്, ചെറിയ ലെങ്ത്തിലേ പോകുന്നുള്ളൂ. പക്ഷെ അമ്മ അറിയാമല്ലോ, പ്രായമുള്ളത് കൊണ്ട് അമ്മ വളരെ സ്ലോവിലാണ് ഇത് കെട്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം അമ്മ ഒരു 2 മണിക്കൂർ എടുത്ത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി ഈ കംപ്ലീറ്റ് വർക്കിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ അമ്മയ്ക്ക് 2 മണിക്കൂറോളം വേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 8 മിനിറ്റിനകത്തെ ഈ ഒരു വീഡിയോ വന്നുള്ളൂ. എന്നും വെച്ച് ചെറിയ വീഡിയോ അല്ല, ആ വർക്കും ചെറുതല്ല, വർക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് പോയൊരു വർക്കാണ്. അമ്മ പക്ഷേ അത്രയും ക്ഷമയോടുകൂടി അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയും സുഹൃത്തുക്കളുമായിട്ട് പഴയകാല ഓർമ്മകളിലെല്ലാം പോകുമ്പോൾ പണ്ട് കാലത്ത് വീടുകളിലെല്ലാം ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം കാണാറുണ്ടായിരുന്നു. ലൈറ്റെല്ലാം ഇട്ട് വീട്ടിനകത്ത് അലങ്കരിച്ച് അടിപൊളിയായിട്ട് ഒരു പഴയ വേസിലാണ് കിടന്നത്. പണ്ട് റെഡിമെയ്ഡ് കർട്ടനൊന്നും ഇല്ലല്ലോ, ഈ ഹാൻഡ് മെയ്ഡ് കൈകൊണ്ട് നിർമ്മിക്കുന്ന കർട്ടനാണ്. അതും കൂടുതൽ ഈ മുത്തിൻ്റെയൊക്കെ ആയിരിക്കും. അന്നേരം ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന റിബണിൻ്റെ ഷാൻലിയറൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻലിയർ എന്ന് പറയുമ്പോൾ തുണി കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു റിങ്ങിൽ ചുറ്റി അതിനകത്ത് ലൈറ്റെല്ലാം ഇട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം നമുക്ക് പല കളറിലായിട്ട് തുണികൾ എന്ന് പറയുന്നത് ഈ റിബൺ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് തന്നെ കട്ട് ചെയ്തിടാം. ഇവിടെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി. പക്ഷേ ഇതെല്ലാം കൂടെ മേടിച്ചപ്പോഴേ എനിക്കൊരു 100 രൂപയായുള്ളൂ. നമ്മൾ ഹോൾസെയിലിൽ പോയി മേടിക്കുക, അതാണ് മെയിനായിട്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്ന കാര്യം, എന്തായാലും ഒരു 10 15 റിബൺ മതിയല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന വിലയ്ക്ക് മേടിക്കരുത്. അത്യാവശ്യം ഹോൾസെയിൽ ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇച്ചിരി കൂടുതൽ മേടിക്കുക. അവരോട് പറയുക, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തോളാം, റേറ്റ് എന്തെങ്കിലും കുറച്ച് തരാമോ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടാണ് ഈ റേറ്റും കാര്യങ്ങളും എല്ലാം കുറച്ച് തന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 20 കളർ എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇത് ഹോൾസെയിലാണ്, നിങ്ങൾ ഇത്രയും കളർ എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബണ്ടിലായിട്ടൊന്നും വേണ്ട. എന്ന് വെച്ചാൽ ഒരു കളർ ഇല്ല, നിങ്ങൾ മിക്സ് ചെയ്തെടുത്തോ, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോ, ഒരു പ്രശ്നം. പക്ഷേ 20 എണ്ണം നിങ്ങളെടുത്താൽ ഞാൻ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച്, ശരിയാണ്, കാരണം പുറത്ത് 10 രൂപ 15 രൂപ 20 രൂപ വരെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ തന്നെ ഈ ചെറിയ അലങ്കാരത്തിനൊക്കെ മേടിക്കുമ്പോൾ ഏകദേശം 15 രൂപ 20 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്നത് വരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് വച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഹോൾസെയിലിൽ നിന്ന് മേടിക്കുമ്പോൾ റേറ്റും കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലാഭമുണ്ട്. അവിടെ 50 രൂപ കിട്ടിയാലും 100 രൂപ കിട്ടിയാലും അടുത്ത ഒരു വർക്കിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കൂടാതെ ഈ ഒരു വർക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും സെയിൽ ചെയ്യാനും കഴിയും. കാരണം ഇതിൻ്റെ ഒരു ലുക്ക് വൈസും കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചേട്ടാ ഇതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടാറില്ല. അപ്പോൾ അത്യാവശ്യം കാശ് ഇച്ചിരി കൂടുതൽ കൊടുത്താലും കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ, പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ പുറകെ നിൽക്കാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാർക്ക് നമ്മൾ ഇതേപോലെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ താല്പര്യം അറിയിച്ച് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഒന്നിൽ കൂടുതൽ പേര് വിളിച്ചതുകൊണ്ട് എല്ലാവർക്കും റെഡിയാക്കി അതിൻ്റെ ഒരു കൊറിയറും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലെല്ലാം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം വെച്ച് അടുത്ത വർക്കുകൾ ചെയ്യാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളാരും മറന്നു പോകരുത് കൂട്ടുകാരെ. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ഓരോ പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങളാരും മറന്നു പോകരുത്. അമ്മയും കുഞ്ഞമ്മയും നല്ലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ പ്രായത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നാലും അവരുടെ ഒരു സന്തോഷത്തിന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.
Pardon me, why don't you come over here? I need to ask you something quickly, my dear. Why do you always settle for something less? You know that, baby, you deserving the best. Yeah, yeah. Go take a look up in the mirror. You gotta see a little clearer. Who's that woman looking right back? She's a beauty queen, bad, bad. You ain't nobody's number two. These men, they should be fighting over you. No second guessing what I'm saying. Baby, you can take this to the bank and make us win. It's time to listen to yourself right now. Make us win. Don't even listen to these guys right now. Make us win. Let's treasure buried deep inside right now. Make us win. So go and see what you can find right now. Don't you know you're not just some other girl? There's no one like you anywhere in the world. You have a strength like nothing I've ever seen. You're like a woman ripped right out of my dreams. Yeah, yeah. Go take a look up in the mirror. You gotta see a little clearer. Who's that woman looking right back? She's a beauty queen, bad, bad. You ain't nobody's number two. These men, they should be fighting over you. No second guessing what I'm saying. Baby, you can take this to the bank and make us win. It's time to listen to yourself right now. Make us win. Don't even listen to these guys right now. Make us win. Let's treasure buried deep inside right now. Make us win. So go and see what you can find right now. It's time to make a switch. Just open your eyes. Ooh. You're perfect just like